ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് NCERT ടെക്സ്റ്റ് ബുക്കിലെ +2 ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. അപ്പോൾ അവിടെ നമ്മളതൊരു 3 പാർട്ടായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആദ്യം അത് കാണുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാമെന്ന്. ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ഇതിലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിലെ തന്നെ ലാസ്റ്റ് ഒരു കുറച്ച് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നൊരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു മേ ബി ഒരു 2 പാർട്ടായിട്ടായിരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ കാണാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുക, തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ സൊല്യൂഷൻസ് ഒറ്റയ്ക്ക് സോൾവ് ചെയ്ത് നോക്കുക. കാരണം ഇപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അത് ആദ്യം ഒറ്റയ്ക്ക് സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, സൊല്യൂഷൻസ് കറക്റ്റ് ആണോ, അതല്ലെങ്കിൽ എളുപ്പത്തിൽ ഏതെങ്കിലും മെത്തേഡിൽ കൂടെ ചെയ്യാമോ എന്നൊക്കെ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോർഷൻ ഈ ചാപ്റ്ററിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുക, കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം വഹിക്കേണ്ട, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. First question, define the term solution. How many types of solutions are formed? Write briefly about each type with an example. അപ്പോൾ ഇതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലം ഒന്നുമല്ല. ഈസിലി അതിന്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. സോ സൊല്യൂഷൻ മീൻസ് ഇറ്റ്സ് എ ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more components. ആൻഡ് എന്താണ്, എത്ര ടൈപ്പ് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ സോൾവെന്റും സൊല്യൂട്ടും ഉണ്ടാവും. ഓക്കെ, സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. സോൾവെന്റ് എന്ന് പറയുമ്പോൾ ദ കമ്പോണന്റ് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കാണുന്നത് സോൾവെന്റും, അതേസമയം കുറവ് ക്വാണ്ടിറ്റി കാണുന്നതാണ് സൊല്യൂട്ട്. The one or more component present in the solution other than solvent. Solvent അല്ലാണ്ട് എന്തൊക്കെ കാണുന്നുണ്ടോ അത് സൊല്യൂട്ട് ആണ്. അപ്പോൾ സോൾവെന്റും സൊല്യൂട്ടും കൂടി ചേർന്നാണ് സൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഇനി പല ടൈപ്പ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഈ സോൾവെന്റ് ആണ് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് ഡിറ്റർമിൻ ചെയ്യുക. സോ സോൾവെന്റ് ഡിറ്റർമിൻസ് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് ദ സൊല്യൂഷൻ എക്സിസ്റ്റ്. അതായത് നിങ്ങൾക്ക് പല ടൈപ്പ് സൊല്യൂഷന്റെ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സോൾവെന്റ് ഏതർ ഗ്യാസ് ആവാം, ലിക്വിഡ് ആവാം, സോളിഡ് ആവാം. അപ്പോൾ ഈ സോൾവെന്റിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണോ അതനുസരിച്ചാണ് അതിന്റെ ടൈപ്പ് പറയാം. അതായത് സോൾവെന്റ് ഗ്യാസ് എന്നുണ്ടെങ്കിൽ അത് ഗേഷ്യസ് സൊല്യൂഷൻ ആണ്, ലിക്വിഡ് എന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് സൊല്യൂഷൻ ആണ്, അതേസമയം സോളിഡ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ സോൾവെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നത്, ഏത് ടൈപ്പ് സൊല്യൂഷൻ ആണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിയിട്ട് സോൾവെന്റിന്റെ ഏത് ഫിസിക്കൽ സ്റ്റേറ്റ് ആണോ അതനുസരിച്ച് ആ സൊല്യൂഷൻ ആണെന്ന് പറയാം. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ഈച്ച് ടൈപ്പ് വിത്ത് എക്സാമ്പിൾ. അപ്പൊ ആ ടേബിൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഗ്യാസ് ഉണ്ട്, അതിനുള്ള എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിക്വിഡ് ഇൻ ഗ്യാസ്, സോളിഡ് ഇൻ ഗ്യാസ്, ഗ്യാസ് ഇൻ ലിക്വിഡ്, ലിക്വിഡ് ഇൻ ലിക്വിഡ്, സോളിഡ് ഇൻ ലിക്വിഡ്, ഗ്യാസ് ഇൻ സോളിഡ്, ലിക്വിഡ് ഇൻ സോളിഡ്, സോളിഡ് ഇൻ സോളിഡ്. അപ്പൊ ഇത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ടൈം കളയണ്ട. ഈ ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ടേബിൾ തന്നെയാണ്. ഇതിനുള്ള എക്സാമ്പിൾസും ഇതും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് സോളിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് സൊല്യൂട്ട് ഈസ് എ ഗ്യാസ്. സോളിഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ത്, സോൾവെന്റ് ആണ് എന്ത്, സോളിഡ്, ആൻഡ് സൊല്യൂട്ട് എന്താണ്, ഗ്യാസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്നത് ഗ്യാസ് ഇൻ സോളിഡ് വരുന്നത് ഏതാണ്, നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ടേബിൾ നോക്കി തന്നെ മനസ്സിലാവും. ഗ്യാസ് ഇൻ സോളിഡ് വരുന്നത് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ആൻസർ. അതിനുള്ള ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്ന് പറയും. അപ്പൊ ഈ 2 ക്വസ്റ്റ്യനും ആ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ഫോളോയിങ് ടൈംസ്. ഇതും ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. ഇതിനൊക്കെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റിൽ നേരെ കിടക്കുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾക്കിപ്പോ പോയി നോക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടുള്ളത്. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി എല്ലാം നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ കൂടുതലും പ്രോബ്ലം അതിലാണ് ഫോക്കസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതായിരിക്കും. സോ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ആണ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. ഓക്കെ, ഒരു കമ്പോണന്റിന്റെ മോൾസ് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ N1 ബൈ സം ഓഫ് Ni, അതായത് എല്ലാ നമ്പർ ഓഫ് മോൾസും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാത്തിന്റെയും കൂടി മോൾ ഫ്രാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു യൂണിറ്റി. സോ സം ഓഫ് ഓൾ ദ മോൾ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനിലുള്ള എല്ലാ സാധനത്തിന്റെയും കൂടെ മോൾ ഫ്രാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ അതാണ് മോൾ ഫ്രാക്ഷന്റെ ഡെഫിനിഷൻ. ദെൻ മൊളാലിറ്റി എന്ന് പറയുമ്പോൾ it is defined as the number of moles of solute per kilogram of the solvent. Okay, so moles of solute divided by mass of solvent in kilogram ആണ്. അപ്പോൾ
ഒരു കിലോഗ്രാം സോൾവെന്റിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട് എന്നതാണ് മൊളാലിറ്റി കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മൊളാരിറ്റി. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. ഇതെപ്പോഴും ഓർത്ത് വെക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ മൊളാരിറ്റിയിൽ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ ആണ്, അത് മാറിപ്പോകരുത്. ഓക്കെ, ഇത് ഈ നോമിനേറ്റർ മൊളാരിറ്റിക്കും മൊളാലിറ്റിക്കും സെയിം ആണ്, മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇവിടെയും മോൾസ് ഓഫ് സൊല്യൂട്ട്. പക്ഷെ ഡിഫറൻസ് വരുന്നത് എവിടെയാണ്? ഇവിടെ എന്ന് പറയുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്, ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. അവിടെ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, അതാണ് മൊളാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്ത ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് കമ്പോണന്റ് ആണ്. മാസ് പെർസെൻറ്റേജ് ഓഫ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പോണന്റിന്റെ മാസ് ടു ടോട്ടൽ മാസ് ഇൻറ്റു 100 ആണ്. മാസ് ഓഫ് കമ്പോണന്റിന്റെ സൊല്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ 4 ടേംസും. അപ്പൊ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് കഴിഞ്ഞ ഇൻടെക്സ് ക്വസ്റ്റ്യൻസിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവര് അവിടെ എങ്ങനെ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പൊ അടുത്തത് ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ആണ്, അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാം. Fourth question, concentrated nitric acid used in laboratory work is 68% nitric acid by mass in aqueous solution. What should be the molarity of such sample of acid if the density of the solution is 1.50 gram per milliliter? അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? 68% nitric acid ആണെന്ന് തന്നിട്ടുണ്ട് ഇൻ അക്വസ് സൊല്യൂഷൻ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താണ്? ഇത് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ്, ഇൻടെക്സ് ക്വസ്റ്റ്യൻസിന് സെയിം ആണ്. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാം. ഇവിടെ പറഞ്ഞിട്ടുള്ള അർത്ഥം എന്താണെന്ന് വെച്ചാൽ 68% നൈട്രിക് ആസിഡ് ഇൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 68 gram HNO3 ഇൻ 100 gram സൊല്യൂഷൻ ആണ്. ഇതിന്റെ അർത്ഥം അതാണ്, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഡെൻസിറ്റി വന്നിട്ടുണ്ട് 1.504 gram പെർ മില്ലി ലിറ്റർ ആണ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മൊളാരിറ്റി ആണ്, എം ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാരിറ്റിക്കുള്ള ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും അറിയണം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടും അറിയണം, വോളിയം ഓഫ് സൊല്യൂഷനും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് സിൻസ് ഇവിടെ മാസ് തന്നിട്ടുണ്ട് സൊല്യൂട്ടിന്റെ, മോളിക്കുലാർ മാസ്, ഓക്കെ, മാസ് 68 gram ആണ് തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ഓഫ് HNO3 എന്ന് പറയുമ്പോൾ 1 പ്ലസ് നൈട്രജന്റെ 14 ഓക്സിജന്റെ 16 ഇൻറ്റു 3 ചെയ്ത് കഴിയുമ്പോൾ മോളിക്കുലാർ മാസ് ഓഫ് HNO3 എന്ന് പറയുന്നത് 63 gram പെർ മോൾ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഈസ് മാസ് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, ദാറ്റ് ഈസ് 68/63 ചെയ്ത് കഴിയുമ്പോൾ 1.079 മോൾ ആണെന്ന് കിട്ടും. ഓക്കെ, ദെൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി, വോളിയം ഓഫ് സൊല്യൂഷൻ അറിയണം. അപ്പൊ നമുക്ക് മാസ് ഓഫ് സൊല്യൂഷൻ അറിയാം, അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? പിന്നെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷനും തന്നിട്ടുണ്ട്. ഈസിയാണ്. നമുക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? മാസ് ബൈ ഡെൻസിറ്റി. മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 gram ആണ്, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.504 gram പെർ മില്ലി ലിറ്റർ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 66.49 മില്ലി ലിറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് വെക്കുമ്പോൾ 0.066 ലിറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസും കിട്ടി, വോളിയവും കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ആണ്, വിച്ച് ഈസ് 1.079 മോൾ ഡിവൈഡഡ് ബൈ 0.066 ലിറ്റർ ആണ്. ഇറ്റ് വിൽ കം 16.35 മോൾ പെർ ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. A solution of glucose in water is labeled as 10% weight by it. Again, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 10% ആണ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ 10 gram ഗ്ലൂക്കോസ് ഇൻ 100 gram സൊല്യൂഷൻ. ഓക്കെ, ഇതിന്റെ മീനിങ് അതാണ്, മാസ് പെർസെൻറ്റേജിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വാട്ട് വുഡ് ബി ദ മൊളാലിറ്റി? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റി ആണ്, നേരത്തെ മൊളാരിറ്റി ആയിരുന്നു. ആൻഡ് മോൾ ഫ്രാക്ഷൻ,
മോൾ ഫ്രാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻറ്റ്, എല്ലാ കമ്പോണൻറ്റും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഡെൻസിറ്റി അഗെയിൻ തന്നിട്ടുണ്ട് 1.2 gram per milliliter ആണ്. Then what shall be the molarity? Again molarity കണ്ടുപിടിക്കണം. molarity കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ അറിയാം, നേരത്തെ യൂസ് ചെയ്ത സെയിം മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ മൊളാലിറ്റിക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഈസിയാണ്. സൊല്യൂട്ടിന്റെ വെയിറ്റ് വന്നിട്ടുണ്ട് 10 gram ആണ്. മോളിക്കുലർ മാസ് ഓഫ് ഗ്ലൂക്കോസ് കണ്ടുപിടിക്കണം. ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ C6H12O6 ആണ്. ഓക്കെ, C6H12O6. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ 12 into 6 plus 1 into 12 plus ഓക്സിജൻ്റെ എന്ന് പറയുമ്പോൾ 16 into 6. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടും? ഗ്ലൂക്കോസിന്റെ മോളിക്കുലർ മാസ് കിട്ടും, which will be equal to 180 gram per mole. Okay. Okay, 180 gram per mole ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് മാസ് ഇൻ ഗ്രാംസ് ബൈ മോളിക്കുലർ മാസ് വിച്ച് ഈസ് ഈക്വൽ ടു 10/180. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 10/180 ചെയ്ത് കഴിയുമ്പോൾ 0.055 മോളാണെന്ന് കിട്ടും. ഇനി മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ വേണ്ടത്? മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ സൊല്യൂഷന്റെ വെയിറ്റ് അറിയാം, സൊല്യൂട്ടിന്റെ വെയിറ്റ് അറിയാം. അപ്പോൾ സോൾവെന്റിന്റെ വെയിറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വെയിറ്റ് ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷനിലുള്ള വെയിറ്റ് ഡിവൈഡഡ് ബൈ സൊല്യൂട്ടിന്റെ വെയിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സോൾവെന്റിന്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ 100 gram സൊല്യൂഷൻ ഉണ്ടായി, അതിൽ 10 gram സൊല്യൂട്ടാണ്, ബാക്കി എത്രയാണ്? 90 gram ആണ് സോൾവെന്റ്. അപ്പോൾ നമുക്ക് ഇത് എന്തിലാണ്? സോൾവെന്റിന്റെ വെയിറ്റ് കിലോഗ്രാമിലാണ് വേണ്ടത്. അപ്പോൾ ഇതിനെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.09 കിലോഗ്രാം ആണെന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. മൊളാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് 0.055 മോൾ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് 0.09 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 0.61 മോൾ പെർ കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പറഞ്ഞിട്ടുള്ളത് മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഓരോ കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ x1 എന്ന് പറയുന്നത് n1/n1 plus n2 ആയിരിക്കും. അപ്പോൾ എല്ലാത്തിന്റെ നമ്പർ ഓഫ് മോൾസ് അറിയണം. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്ലൂക്കോസ് n1 എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി n2 വാട്ടറിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. അപ്പോൾ വെയിറ്റ് ഓൾറെഡി വാട്ടറിന് എന്തോരം ഉണ്ടെന്ന് നമുക്കറിയാം, 90 ആണെന്ന് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. സൊല്യൂഷൻ മൈനസ് സൊല്യൂട്ട് ചെയ്ത് 90 ആണെന്ന് കണ്ടുപിടിച്ചു. മോളിക്കുലർ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 18 ആണ്, അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ അറിയില്ലെങ്കിൽ. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 5 മോൾ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ n1 അറിയാം, n2 അറിയാം. n1 ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ x1 അതായത് ഗ്ലൂക്കോസിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.055 ഡിവൈഡഡ് ബൈ 0.055 പ്ലസ് 5 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 0.01 ആണ് കിട്ടും അതിന്റെ മോൾ ഫ്രാക്ഷൻ. ദെൻ അടുത്ത വാട്ടറിന്റെ മോൾ ഫ്രാക്ഷൻ കാണാനായിട്ട് എയ്തർ 5/5.055 ചെയ്യാം, അല്ലെങ്കിൽ 1 മൈനസ്, ബിക്കോസ് ടോട്ടൽ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 1ൽ നിന്ന് ഇതിന്റെ മോൾ ഫ്രാക്ഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാന്ന് കിട്ടും? 0.99 ആണെന്ന് കിട്ടും. ഇനി നമുക്ക് എന്താണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്? മൊളാരിറ്റി ആണ്. മൊളാരിറ്റി നേരത്തെ കണ്ടുപിടിച്ച മാതിരി തന്നെ എന്താണ് കാണണമെങ്കിൽ വോളിയം അറിയണം. മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പോൾ വോളിയം അറിയാനായിട്ട് എന്ത് തന്നിട്ടുണ്ട്? ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് എന്ന് പറയുന്നത് സൊല്യൂഷന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 100 gram ആയിരുന്നു. ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുള്ളത്? 1.2 gram per milliliter ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 83.33 milliliter ആണ് കിട്ടും. അപ്പോൾ അതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ 0.083 ലിറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് അറിയാം 0.055 മോൾ ആണ് ഡിവൈഡഡ് ബൈ 0.083 ലിറ്റർ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എത്രയാന്ന് കിട്ടും? 0.66 മോൾ പെർ ലിറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു, എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? ഒരു കാര്യം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ് 0.61 മോൾ പെർ കിലോഗ്രാം. പിന്നെ മോൾ ഫ്രാക്ഷൻ ഒരു ഇതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ 0.01 ആൻഡ് വാട്ടറിൻ്റെ 0.99. ദെൻ മൊളാരിറ്റി എന്ന് പറയുന്നത് 0.66 മോൾ പെർ ലിറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How many ml of 0.1 molar HCl is required to completely react with the 1 gram mixture of Na2CO3 and NaHCO3 containing equimolar amounts of both? ഇത് കുറച്ച് ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. തന്നിട്ടുള്ളത് 0.1 മോളാർ HCl ആണ്. റിയാക്ട് വിത്ത് 1 gram മിക്സ്ചർ ഓഫ്, അതിൽ ആ മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? Na2CO3 ഉണ്ട്, NaHCO3 ഉണ്ട്. അതായത് രണ്ട് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും വെയിറ്റ് സെപ്പറേറ്റ്ലി അറിയില്ല, രണ്ടും കൂടി കൂടിയ 1 gram ആണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് സപ്പോസ് Na2CO3യുടെ വെയിറ്റ് x gram ഒന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, x gram നമുക്ക് അറിയാത്തത് Na2CO3 x gram ആണെന്നുണ്ടെങ്കിൽ NaHCO3 എത്രയായിരിക്കും? 1 മൈനസ് x gram ആയിരിക്കും. ബിക്കോസ് ടോട്ടൽ എത്രയാണ്? 1 gram ആണ്. അപ്പോൾ 1 മൈനസ് x gram ആയിരിക്കും NaHCO3 ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് എന്താണ് പിന്നെ പറഞ്ഞിട്ടുള്ളത്? ഇത് രണ്ടും എന്താണ്? ഇക്വിമോളാർ എമൗണ്ട്സ് ആണ്. ഇക്വിമോളാർ എമൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് അറിയണമെങ്കിൽ മോളിക്കുലാർ മാസ് അറിയണം. മോളിക്കുലാർ മാസ് ഓഫ് Na2CO3 അപ്പൊ 23 into 2 plus 12 plus 16 into 3. ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര കിട്ടും? 106 gram per mol ആണെന്ന് കിട്ടും. അതേമാതിരി NaHCO3യുടെ മോളിക്കുലാർ മാസ് അറിയണം. 23 plus 1 plus 12 plus 16 into 3. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 84 gram per mol ആണെന്നും കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ എഴുതാം? മാസ് ഇൻ ഗ്രാംസ്, ദാറ്റ് ഈസ് x gram ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, ദാറ്റ് ഈസ് 106. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ എഴുതാം? മാസ് ഇൻ ഗ്രാംസ്, ദാറ്റ് ഈസ് 1 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 84 ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് രണ്ടും ഇക്വിമോളാർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ x ബൈ 106 ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് ഇൻ ഡിവൈഡഡ് ബൈ 84. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ സിമ്പിൾ മാത്സ് ആണ്. എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 84x ഈസ് ഈക്വൽ ടു 106 ഇൻറ്റു 1 മൈനസ് എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 106 മൈനസ് 106x. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 106x പ്ലസ് 84x എന്ന് വരും, ഈക്വൽ ടു 106. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? 190 ആണ്. 190x is equal to 106, which implies x is equal to 106 by 190 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0.558 ആണ്. അപ്പോൾ എക്സ് ഗ്രാം എന്ന് പറയുന്നത്, അതായത് വെയിറ്റ് ഓഫ് എന്താണ് Na2CO3 എന്ന് പറയുന്നത് എത്രയാന്ന് കിട്ടി? 0.558 gram ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് NaHCO3 ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് ടോട്ടൽ 1 ആയിരുന്നു. 1 മൈനസ് 0.558 ചെയ്ത് കഴിയുമ്പോൾ എത്രയാന്ന് കിട്ടും? ഒരു വാല്യൂ കിട്ടും. അതായിരിക്കും NaHCO3യുടെ വെയിറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ബിക്കോസ് നമുക്ക് എന്താണ് എത്ര മോള് വേണമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൗ മെനി ml വോളിയം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മൊളാരിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിതിനെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.558 ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 106 ആണ്. അപ്പോൾ എത്രയാന്ന് കിട്ടും? 5.26 ഇൻറ്റു 10 to the power minus 3. ഇതിൻ്റെ ചെയ്യുമ്പോൾ 1 മൈനസ് 0.558 ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 84 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 5.26
ആക്ച്വലി ഇത് രണ്ടും സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, സോറി. കാരണം ഇത് രണ്ടും ഇക്വിമോളാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആണെന്നാണ്. ഒരെണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് അടുത്ത കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി രണ്ടും ഒന്ന് ചെയ്ത് നോക്കിയിരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ HCl വേണമെന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനുള്ള ഇക്വേഷൻ അറിയണം. ഓക്കെ, Na2CO3 HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്നൊക്കെ. ഇത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ, കാരണം നിങ്ങൾ +2-ലാണ്. ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അറിയില്ലെങ്കിൽ പറയാൻ ഞാൻ പഠിപ്പിച്ചു തരാം. പിന്നെ അതേമാതിരി എൻ്റെ 10th-ലെ ഞാൻ വേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിലും ഞാൻ എങ്ങനെയാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അറിയാത്തവരും അത് പോയി കാണാം. അതിലെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ. HCl-ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, 1 മോൾ Na2CO3 എടുത്തു കഴിഞ്ഞാൽ എത്ര മോൾ HCl വേണം? 2 മോൾ HCl വേണം. അതേമാതിരി 1 മോൾ NaCO3ക്ക് 1 മോൾ HCl വേണം. ഓക്കെ, അപ്പോൾ അത് ബാലൻസ് ചെയ്യുമ്പോൾ ഇതിന് 2 മോൾ വേണം. അവിടെയാണ് ഡിഫറൻസ് വരിക. ഓക്കെ, ഇത് 1 മോൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് 2 മോൾ വേണം. അതേമാതിരി ഇത് 1 മോൾ എടുത്താൽ 1 മോൾ തന്നെ മതി. അപ്പോൾ നമുക്ക് Na2CO3 എന്ന് പറയുന്നത് എത്രയാണ്? 5.26 into 10⁻³ മോൾ Na2CO3 എടുക്കുകയെന്നുണ്ടെങ്കിൽ എത്ര മോൾ HCl വേണം? 2 into 5.26 into 10⁻³ മോൾ HCl വേണം. ബട്ട് ഇവിടെ NaHCO3 ഇത്രയും തന്നെ മോൾ NaHCO3 എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റുവിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല, അത്രയും തന്നെ 5.26 into 10⁻³ മോൾ HCl മതി. അപ്പം നമുക്ക് ടോട്ടൽ HCl റിക്വയർഡ് ആണ് അറിയേണ്ടത്. അപ്പം ഇത് രണ്ടും വേണം. അപ്പം എന്ത് ചെയ്യുക, ടോട്ടൽ കാണാനായിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. 2 into 5.26 into 10⁻³ 5.26 into 10⁻³ കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 15.78 into 10⁻³ മോൾ HCl ആവശ്യമുണ്ടെന്ന് മനസ്സിലാവും. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കിട്ടി. പിന്നെ അതേമാതിരി മൊളാരിറ്റി തന്നിട്ടുണ്ടായിരുന്നു 0.1 മോളാർ ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. അപ്പം നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് അറിയേണ്ടത്, വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 15.78 into 10⁻³ ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എന്ന് പറയുന്നത് 0.1 മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 157.8 into 10⁻³ ലിറ്റർ ഓർ 157.8 മില്ലി ലിറ്റർ ആണ് ആൻസർ എന്ന് കിട്ടും. അപ്പോൾ ഇതൊരു കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഇതുവരെ ചെയ്തതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, a solution is obtained by mixing 300 gram of 25% solution and 400 gram of 40% solution by mass. Calculate the mass percentage of the resulting solution. അപ്പോൾ രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സൊല്യൂഷന്റെ റിസൾട്ടിങ് മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 300 gram of 25%. അപ്പോൾ അതിന്റെ മാസ് ഓഫ് എ, ഇത് നമ്മൾ എ എന്നും ഇത് നമ്മൾ ബി എന്നും എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ സൊല്യൂഷന്റെ മാസ് എന്ന് പറയുന്നത് 300 gram, അതിലുള്ള സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നത് 300 gram ഓഫ് 25%. 300 into 25/100 ആണ്. അപ്പോൾ എത്രയാന്ന് കിട്ടും? 75 gram ആന്ന് കിട്ടും. അടുത്ത സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 400 gram ഓഫ് 40% ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 160 gram ആണെന്ന് കിട്ടും. അപ്പോൾ രണ്ടിന്റെയും മാസ് കിട്ടി. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂട്ട്, അപ്പോൾ രണ്ടിലുള്ള സൊല്യൂട്ടിന്റെയും മാസ് കിട്ടി. എയുടെയും ബിയുടെയും കൂടി കൂട്ടി കഴിയുമ്പോൾ 75 + 160 ദാറ്റ് ഈസ് 235 gram ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട മാസ് പെർസെൻറ്റേജ് ഓഫ് റിസൾട്ടിങ് സൊല്യൂഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് ഓഫ് റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ചെയ്യണം. മാസ് ഓഫ് സൊല്യൂഷൻ, ഓക്കെ, ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്?
കാരണം രണ്ടിൻ്റെയും മാസ്, അതായത് 300 ഗ്രാം ഉണ്ട് 400 ഗ്രാം ഉണ്ട്. ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 300 പ്ലസ് 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 700 ഗ്രാം ആയിരിക്കും. അപ്പോൾ നമുക്ക് മാസ് പെർസെൻറ്റേജ് ഓഫ് റിസൾട്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മാസ് ഓഫ് സൊല്യൂട്ട്, അത് രണ്ടിൻ്റെയും കൂടി ഉള്ള സൊല്യൂട്ടിൻ്റെ മാസ് 235 ഗ്രാം ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 700 ഗ്രാം ഇൻറ്റു 100 ചെയ്യാം. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 33.57% ആണ് റിസൾട്ടിങ് സൊല്യൂഷൻ്റെ മാസ് പെർസെൻറ്റേജ്. പിന്നെ ബാക്കി എത്ര വരുന്നോ അത്രയും ആയിരിക്കും സോൾവെന്റ്. 100 മൈനസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ എത്ര വരും? അതായിരിക്കും സോൾവെന്റിന്റെ മാസ് പെർസെൻറ്റേജ്. നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് മാസ് പെർസെൻറ്റേജ് ഓഫ് സൊല്യൂട്ട് ആണ്. ഓക്കെ, ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതെന്തോ കുറച്ച് ഡിഫറെൻ്റ് ആണെങ്കിലും വളരെ ഈസി, കുറച്ച് സ്റ്റെപ്പിലൂടെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, an antifreeze solution is prepared from 222.6 gram of ethylene glycol and 200 gram of water. Calculate the molality of the solution. If the density of the solution is this much, then what shall be the molarity? ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ഇനി വീണ്ടും പറഞ്ഞ് വെറുതെ ടൈം കളയുന്നില്ല, വേഗം നമുക്ക് ചെയ്യാം. 226 ഗ്രാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് മോളിക്കുലർ മാസ് തന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ആണ്. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് C2H6O2 കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 62 ആണെന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 222.6 ഡിവൈഡഡ് ബൈ 62. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 3.59 മോൾ ആണെന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് മൊളാലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. മൊളാലിറ്റി അറിയണമെങ്കിൽ പിന്നെ എന്തും കൂടി അറിയണം, വെയിറ്റ് ഓഫ് സോൾവെന്റ് അറിയണം. ഓക്കെ, അപ്പോൾ 200 ഗ്രാം ഓഫ് വാട്ടർ ആണ് തന്നിട്ടുണ്ട്, വെയിറ്റ് ഓഫ് സോൾവെന്റും തന്നിട്ടുണ്ട് ഡയറക്ട്ലി. 200 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര കിലോഗ്രാം ആണ്? 0.2 കിലോഗ്രാം ആണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. 3.59 ഡിവൈഡഡ് ബൈ 0.2 which is equal to 17.95 മോൾ പെർ കിലോഗ്രാം. അതർവൈസ് സ്മോൾ എം കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് മൊളാലിറ്റി. പിന്നെ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഷാൽ ബി ദ മൊളാരിറ്റി. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്, കാരണം ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാസ് ഓഫ് സൊല്യൂഷൻ നമുക്ക് അറിയണം. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് സൊല്യൂട്ടിൻ്റെയും സോൾവെന്റിൻ്റെയും കൂടി മാസ് ആണ് തന്നിട്ടുള്ളത്. സൊല്യൂട്ട് എന്ന് പറയുന്നത് 222.6 ഗ്രാം പ്ലസ് സോൾവെന്റ് എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 422.6 ഗ്രാം ആണ്. ഇത്രയുമാണ് മാസ് ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കും. മാസ് ഓഫ് സൊല്യൂഷൻ ടോട്ടൽ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 422.6 ഡിവൈഡ് ബൈ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 1.072. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 394.2 മില്ലി ലിറ്റർ ആണ് കിട്ടും. അപ്പോൾ ഇതിനെ ലിറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.394 ലിറ്റർ ആണ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൊളാരിറ്റി കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. അപ്പോൾ 3.59 മോളാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് 0.394 ആണ്. അപ്പോൾ നമുക്ക് എത്രയാന്ന് കിട്ടും? 9.11 മോളാർ സൊല്യൂഷൻ ആണെന്ന് കിട്ടും. ഇത് വളരെ ഈസിയാണ്, നമ്മൾ ഇതുവരെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A sample of drinking water is found to be severely contaminated with a chloroform supposed to be a carcinogen. The level of contamination എന്ന് പറയുന്നത് 15 ppm by mass ആണ്. Express it in mass percentage. മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. അപ്പോൾ 15 ppm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് പെർ മില്യൺ ആണ്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ അർത്ഥം എന്താണ്? 15 പാർട്സ് ഇൻ 1 മില്യൺ ആണ്. 1 മില്യൺ എന്ന് പറയുമ്പോൾ 10⁶ ആണ് ബൈ മാസ് ഇൻ സൊല്യൂഷൻ. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ വെയിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും. 15 പാർട്സിനെ നമ്മൾ 15 ഗ്രാം എന്ന് എടുക്കും. ടു ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 10⁶ ആണ്. ഇൻറ്റു 100 ചെയ്യും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 15 ഇൻറ്റു 10⁻⁴% ആണെന്നാണ് കിട്ടുക. അതാണ് മാസ് പെർസെൻറ്റേജ്. വളരെ കുറവാണ്. ഓക്കെ,
അടുത്ത ചോദിച്ചാൽ ഡിറ്റർമിൻ ദ മൊളാലിറ്റി ഓഫ് ക്ലോറോഫോം ഇൻ വാട്ടർ സാമ്പിൾ. മൊളാലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം 15 ഇത്രയും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 15 × 10⁻⁴ ഗ്രാം ക്ലോറോഫോം. ക്ലോറോഫോം എന്ന് പറയുന്നത് CHCl3 ഇൻ 100 ഗ്രാം സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വെയിറ്റ് കിട്ടി. വെയിറ്റ് എന്ന് പറയുന്നത് 15 × 10⁻⁴ ആണ്. ക്ലോറോഫോമിന്റെ മോളിക്കുലർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. CHCl3 കാർബൺ 12 ഹൈഡ്രജൻ 1 ക്ലോറിന്റെ 35.5 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 119.5 ഗ്രാം പെർ മോൾ ആണ് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് മാസ് ഇൻ ഗ്രാംസ് ബൈ മോളിക്കുലർ മാസ് ആണ്. മാസ് ഇൻ ഗ്രാംസ് എന്ന് പറയുന്നത് 15 × 10⁻⁴ ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 119.5 ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ 1.25 × 10⁻⁵ മോൾ ആണെന്ന് കിട്ടും. നമ്പർ ഓഫ് മോൾസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്? മൊളാലിറ്റി ആണ്. അപ്പോൾ വെയിറ്റ് ഓഫ് സോൾവെന്റ് അറിയണം. നമുക്ക് ആക്ച്വലി സൊല്യൂഷന്റെ വെയിറ്റേ തന്നിട്ടുള്ളൂ. സോൾവെന്റിന്റെ വെയിറ്റ് അറിയാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആക്ച്വലി എന്ത് ചെയ്യാം? സൊല്യൂഷന്റെ അറിയാം, സൊല്യൂട്ടിന്റെയും വെയിറ്റ് അറിയാം. ആക്ച്വലി ഇതിന്ന് 100 ഈ സൊല്യൂട്ടിന്റെ വെയിറ്റ് വിച്ച് ഈസ് 15 × 10⁻⁴ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. വേണമെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഈ നമ്പർ എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണ്. അപ്പോൾ 100 ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി അത് ഓൾമോസ്റ്റ് ഇക്വലന്റ് ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ഓഫ് സോൾവെന്റ് എന്ന് പറയുന്നത് നമുക്ക് 100 ഗ്രാം ആയിട്ട് തന്നെ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈനസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇറ്റ്സ് നിയർലി ഈക്വൽ ടു 100 തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ 100 ഗ്രാം എന്ന് പറയുമ്പോൾ 0.1 കിലോഗ്രാം ആണ്. അപ്പോൾ മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വെയിറ്റ് ഓഫ് സോൾവെന്റ് ആണ്. ഞാനിവിടെ സൊല്യൂഷന്റെ വെയിറ്റ് എടുക്കാനുള്ള കാരണമാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 1.25 × 10⁻⁵ ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് കഴിയുമ്പോൾ 1.25 × 10⁻⁴ മോളാൽ സൊല്യൂഷൻ ആണ് കിട്ടും. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഈ ഒരു പാർട്ട് നിർത്താം. ആക്ച്വലി ഞാൻ ഇതൊരു 2 പാർട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ടൈം എടുക്കുന്നുണ്ട്. വീഡിയോ ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ മാക്സിമം ഒരു 3 അല്ലെങ്കിൽ 4 വീഡിയോയിൽ തീർക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വീഡിയോസ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി കമന്റ്സിലൂടെ എന്നെ അറിയിക്കുക. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് പ്രോബ്ലം അല്ല. വാട്ട് റോൾ ഡസ് എ മോളിക്കുലർ ഇന്ററാക്ഷൻ പ്ലേ ഇൻ എ സൊല്യൂഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ? അപ്പോൾ മോളിക്കുലർ ഇന്ററാക്ഷൻ ആൽക്കഹോളിലും വാട്ടറിലും എങ്ങനെയാണ്? അതായത് ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ROH. ഓക്കെ, അപ്പോൾ വേറെ മോളിക്യൂൾ ഓഫ് ROH അവിടെ ഉണ്ടാവും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ അവിടെ എന്താണ്? ഒരു ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് 2 ടൈപ്പ് ഉണ്ട്. ഇന്റർ മോളിക്കുലർ ഉണ്ട്, ഇൻട്രാ മോളിക്കുലർ ഉണ്ട്. ഇവിടെ ഉള്ളത് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. കാരണം 2 മോളിക്യൂൾസ് തമ്മിലാണ്, 2 ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലാണ്. ഇനി ഒരേ മോളിക്യൂളിന്റെ ഉള്ളിൽ തന്നെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഇൻട്രാ, INTRA. പക്ഷെ നമ്മളിവിടെ പറയുന്നത് എന്താണ്? ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ആണ്. അപ്പൊ ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. അതേമാതിരി തന്നെ വേറെ അടുത്ത മോളിക്യൂൾ ഓഫ് ആൽക്കഹോളായിട്ടും അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാവും. സിമിലർലി വാട്ടറിന്റെ ഇടയിലും എന്തുണ്ടാവും? ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ എല്ലാം തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഇനി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വാട്ടറും ആൽക്കഹോളും കൂടി മിക്സ് ചെയ്യും. അപ്പൊ ഇവിടെയും ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. ഇനി വാട്ടറും ആൽക്കഹോളും കൂടി മിക്സ് ചെയ്യുമ്പോഴും അവിടെയും ആക്ച്വലി ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഇവിടെ ഒരു ആൽക്കഹോള്, ഇവിടെ ഒരു വാട്ടർ. അപ്പൊ ആക്ച്വലി ഇത് തമ്മിലും എന്ത് ചെയ്യാം? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാം. പക്ഷെ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടല്ലോ, അതായത് ഈ സെയിം ആൽക്കഹോൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ സെയിം വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് മോർ സ്ട്രോങ്ങർ ആയിരിക്കും. പക്ഷെ ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടല്ലോ, 2 ഡിഫറെന്റ് മോളിക്യൂൾസ് തമ്മിലുള്ള ഈ വാട്ടറും ആൽക്കഹോളും തമ്മിലുള്ള ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് യൂഷ്വലി എന്തായിരിക്കും? വീക്ക് ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൽക്കഹോൾ മോളിക്യൂൾസിന് ഈസിലി ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ഈ ആൽക്കഹോളും വാട്ടറും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ആൽക്കഹോളിന് ഈസിലി എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. അതിന്റെ കാരണം കൊണ്ട് എന്ത് കാണിക്കും? അതിന് ഹൈ വേപ്പർ പ്രഷർ ഉണ്ടാവാം. ഹൈ വേപ്പർ പ്രഷർ ആയതുകൊണ്ട് ലോ ബോയിലിംഗ് പോയിന്റ് ആവാം. അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നത് എപ്പോഴാണ്? പോസിറ്റീവ് ഡീവിയേഷൻ ഇൻ
റൗൾസ് ലോ ആണ്. പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ കാണിക്കുമ്പോഴാണ് ഇത് കാണിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യാൻ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ആക്ച്വലി ഇത് മിക്സ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, ഇത് ബ്രേക്ക് ചെയ്യല്ല, വേറെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ബോണ്ടിനെ അപേക്ഷിച്ച് അത് വീക്ക് ആയതുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാനായിട്ട് കാരണം. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കുക.